നമസ്കാരം. ഇന്ത്യൻ യുദ്ധവിമാനങ്ങളിൽ വമ്പൻ നീക്കങ്ങൾ നടക്കുകയാണ്. എന്താണ് ഇന്ത്യയുടെ പുതിയ നീക്കങ്ങൾ? നമുക്ക് പരിശോധിക്കാം വിശദമായി തന്നെ. ദീർഘദൂര അതിവേഗ ഗ്രൗണ്ട് അറ്റാക്ക് മിസൈലുകൾ വഹിക്കാൻ MiG-29 യുദ്ധവിമാനങ്ങൾ അടിയന്തരമായി നവീകരിക്കാൻ IAF ശ്രമിക്കുന്നുവെന്ന വിവരം പുറത്തുവന്നിരിക്കുകയാണ്. ഇന്ത്യൻ എയർഫോഴ്സ് തങ്ങളുടെ MiG-29 യുദ്ധവിമാനത്തെ പുതിയ സ്റ്റാൻഡ് ഓഫ് ഗ്രൗണ്ട് അറ്റാക്ക് ആയുധങ്ങളും അനുബന്ധ ഏവിയോണിക്സ് നിയന്ത്രണ സംവിധാനങ്ങളും ഉപയോഗിച്ച് നവീകരിക്കുന്നതിനുള്ള അടിയന്തരാവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. തുടക്കത്തിൽ 24 MiG-29 വിമാനങ്ങൾ ഹൈസ്പീഡ് ലോ ഡ്രാഗ് മാർക്ക് 2 സ്റ്റാൻഡ് ഓഫ് ആയുധം വഹിക്കാൻ പരിഷ്കരിക്കും. 180 കിലോമീറ്ററിലധികം സ്ട്രൈക്ക് റേഞ്ച് ഉണ്ട്. അതിന് വിമാനത്തിൽ അധിക ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ചെയ്യേണ്ടത് ആവശ്യമാണ്. MiG-29 പ്രാഥമികമായി ഒരു വ്യോമ പ്രതിരോധ യുദ്ധവിമാനമാണ്. മിസൈലുകളോ ബോംബുകളോ ആണ് സ്റ്റാൻഡ് ഓഫ് ആയുധങ്ങൾ. അവ ലക്ഷ്യത്തിൽ നിന്ന് മതിയായ അകലത്തിൽ നിന്ന് വിക്ഷേപിക്കുന്ന ആക്രമണ വിമാനത്തെ ശത്രുവിന്റെ തിരിച്ചടിയിൽ നിന്ന് രക്ഷപ്പെടാൻ അനുവദിക്കും. ഇവ ഉപരിതല ലക്ഷ്യങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്നുണ്ട്. മിക്ക കേസുകളിലും കൃത്യതയോടെ നയിക്കപ്പെടുന്നു. IAF-ന്റെ 11-ാം നമ്പർ ബേസ് റിപ്പയർ ഡിപ്പോയുടെ മേൽനോട്ടം വഹിക്കുന്ന പദ്ധതി ഏറ്റെടുക്കാൻ വ്യവസായ പങ്കാളികളെ ക്ഷണിച്ചുകൊണ്ട് ഓഗസ്റ്റ് 7-ന് പ്രതിരോധ മന്ത്രാലയം നിർദ്ദേശം നൽകിയതായി IAF അധികൃതർ പറയുന്നുണ്ട്. HSLD MK2-ന്റെ തദ്ദേശീയോൽപാദനത്തിനായി IAF പുറപ്പെടുവിച്ച പ്രസ്താവന പ്രകാരം ഈ മിസൈലുകൾ ഇതിനകം IAF-ന്റെ Su-30 ജാഗ്വാർ യുദ്ധവിമാനങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ടെന്നും രാജ്യത്തിനുള്ളിൽ ഈ ആയുധങ്ങൾ നിർമ്മിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ടെന്നും പറയുന്നു. HSLD-ക്കായി MiG-29 പരിഷ്കരിക്കുന്നത് വിമാനത്തിന്റെ ബാഹ്യ ഹാർഡ് പോയിന്റുകളിൽ ഫ്യൂസ്ലേജിൽ കൊണ്ടുപോകുവാൻ അനുയോജ്യമായ ബോംബ് റാക്കുകളുടെ രൂപകൽപ്പനയും സംയോജനവും കേബിളുകളും അനുബന്ധ റിഗുകളും സഹിതം ഒരു ഏവിയോണിക് സോഫ്റ്റ്വെയർ പാക്കേജ് വികസിപ്പിക്കൽ ഉൾപ്പെടുന്നുണ്ട്. സോവിയറ്റ് റഷ്യൻ വംശജരായ 66 പോരാളികൾ 3 സ്ക്വാഡനുകളിലായി സേവനത്തിലുണ്ട്. അവയിൽ 2 ആദംപൂരിലും ജാംനഗറിലുമാണ്. മൂന്നാമത്തേത് അടുത്തിടെ ശ്രീനഗറിലേക്ക് മാറ്റി. അത് ഘട്ടം ഘട്ടമായി നിർത്തലാക്കപ്പെട്ട ഒരു MiG-21 സ്ക്വാഡന് പകരമായിട്ടാണ്. കൂടാതെ നാവികസേന അതിന്റെ ഫ്ലീറ്റ് എയർ ആംസിന് വേണ്ടി 35 MiG-29 വിമാനങ്ങളും വാങ്ങി. HSLD-കൾ വഹിക്കുന്നതിനായി IAF-ന്റെ MiG-29-ന്റെ പരിഷ്കരണവും നാവികസേനയ്ക്ക് ഗുണം ചെയ്യുമെന്നത് ഉറപ്പാണ്. കഴിഞ്ഞ ദശകത്തിന്റെ 2-ാം പകുതിയിൽ IAF-ന്റെ MiG-29-കൾ വിപുലമായ പരിഷ്കരണത്തിനും നവീകരണത്തിനും വേണ്ടി പോയിരുന്നു. ഇത് അവരുടെ പോരാട്ടശേഷി ഗണ്യമായി വർദ്ധിപ്പിച്ചു. MiG-29 UPG എന്ന് നാമകരണം ചെയ്യപ്പെട്ടതിൽ പുതിയ ഏവിയോണിക്സ്, റഡാർ മിസൈലുകൾ, ആയുധ നിയന്ത്രണ സംവിധാനങ്ങൾ, ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് എന്നിവയ്ക്കൊപ്പം എയർഫ്രെയിമിലെ പരിഷ്കരണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. 40 വർഷത്തിൽ നിന്ന് 50 വർഷമായി അവരുടെ സേവന കാലയളവ് വർദ്ധിപ്പിക്കുന്നതിനായി ഫ്ലീറ്റിൽ 2ാമത്തെ ലൈഫ് എക്സ്റ്റൻഷൻ പ്രോഗ്രാം ഏറ്റെടുക്കാനും IAF പദ്ധതിയിടുന്നു. 2000-ന്റെ മധ്യത്തിൽ ആരംഭിച്ച ആദ്യത്തെ ലൈഫ് എക്സ്റ്റൻഷൻ പ്രോഗ്രാമിൽ MiG-29-ന്റെ സാങ്കേതിക ലൈഫ് 25 വർഷത്തിൽ നിന്ന് 40 വർഷമായി നീട്ടുകയായിരുന്നു. IAF വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് MiG-29 വിമാനത്തിന്റെ മെച്ചപ്പെടുത്തിയ സാങ്കേതിക ആയുസ് 2025 അവസാനിക്കും. 99-ലെ കാർഗിൽ യുദ്ധ സമയത്ത് IAF അതിന്റെ MiG-29 വിമാനങ്ങൾ വ്യാപകമായി ഉപയോഗിച്ചു. മിറാഷ് 2000-ന് ലേസർ ഗൈഡഡ് ബോംബുകൾ ഉപയോഗിച്ച് ഉയർന്ന ഉയരത്തിലുള്ള ലക്ഷ്യങ്ങൾ ആക്രമിക്കുന്നതിനും അതേപോലെ യുദ്ധ വ്യോമ പട്രോളിംഗ് നടത്തുന്നതിനും ഫൈറ്റർ എസ്കോർട്ട് നൽകാൻ കഴിവുമുണ്ട് എന്ന് പറയുന്നു. മിറാഷ് 2000-ന് ലേസർ ഗൈഡഡ് ബോംബുകൾ ഉപയോഗിച്ച് ഉയർന്ന ഉയരത്തിലുള്ള ലക്ഷ്യങ്ങൾ ആക്രമിക്കുന്നതിനും അതേപോലെ യുദ്ധ വ്യോമ പട്രോളിംഗ് നടത്തുന്നതിനും ഫൈറ്റർ എസ്കോർട്ട് നൽകാനും മികവുണ്ട് എന്ന് പറയുന്നു. ചൈനീസ് വിമാനങ്ങളെ നേരിടാൻ MiG-29 ലഡാക്കിലും വിന്യസിക്കപ്പെട്ടിരുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം റഷ്യയിൽ നിന്ന് 21 അധിക MiG-29 വിമാനങ്ങൾ വാങ്ങാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ. ഇത് നേരത്തെയുള്ള നഷ്ടം നികത്താനും മറ്റൊരു സ്ക്വാഡിന് ഉയർത്താനും സഹായിക്കും. മുമ്പ് നിർമ്മിച്ചതും എന്നാൽ സേവനത്തിൽ പ്രവേശിക്കാത്തതുമായ എയർഫ്രെയിമുകളിൽ നിന്ന് ഇവ വികസിപ്പിക്കുകയും നവീകരിക്കുകയും ചെയ്യുമെന്നാണ് വിവരം.